രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. ഇത് കണ്ടോ, പുരികം കണ്ടോ? നിന്റെ അതേ പുരികം. മീശ കണ്ടോ? അതേ മീശ. സത്യം പറ. ഇത് എന്നെക്കാളും പ്രായമില്ല ആളെ ഫോട്ടോയാണ് സാർ. ഇത് എന്നുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. നോക്ക്, ഇയാള് ദുൽഖർ സൽമാൻ. പ്രായമുണ്ടെന്ന് പറയാം. ചെവിക്ക് രോമമുണ്ട്. എനിക്ക് ചെവിക്ക് രോമമുണ്ടാ? രോമൊക്കെ പറിച്ചളഞ്ഞാണോ ഷൈവ് ചെയ്താണ്? അതെ, ഞാൻ ആ ശീതളിനെ വിളിച്ച് പറയാം. അയാൾ വന്ന് ഐഡന്റിഫൈ ചെയ്യണം. അവിടെ ഇരുന്ന്. ആ മിസ്റ്റർ ശീതളൻ, ഇത് സ്റ്റേഷൻ SI ആണ്. ആ, നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് വരണം. ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അടുത്തുണ്ടോ? അതെന്നാൽ പെട്ടെന്ന് പോരും. ആ ശരി. അയാളിവിടെ അടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഷണം ഈ പ്രായത്തിലല്ലേ? ഇല്ല സാർ. ഈ പത്രം പോണ എത്ര വീട്ടിൽ ഇത് സ്ഥിരം പണിയാണോ സാർ? രേഖാചിത്രമായിട്ട് സാമ്യമുള്ള ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് സാർ. വിളിക്കും. സാറേ, എന്നെക്കാളും രൂപ സാധിച്ച വിനയാണ്. കൈതാത്തറ, എൻ്റെ മീശ ഒന്ന് കാണട്ടെ. സുധാ, അപ്പൊ ഇത് സംഘം ചേർന്നുള്ള മോഷണം? ഇല്ല സാറേ, ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. മോഷ്ടിച്ചോ ഇല്ലെന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചോളാം. മോഷ്ടിച്ചിട്ട് മോഷണം നടന്നതിന്റെ അടുത്ത് മാന്യമാരായിട്ട് ഒന്നിക്കുക. സംശയം ഉണ്ടായിരിക്കും അല്ലേ? നീ പഠിച്ച കളാണല്ലടാ. സാറ് വെളുപ്പിന് 4 മണിക്കല്ലേ മോഷണം നടന്ന? അതെ. 2 കോടി രൂപ തരാന്ന് പറഞ്ഞാലോ ആ നേരത്തെ എണീറ്റ് ഞാൻ മതിലൊന്നും ചാടാൻ നിൽക്കൂല സാറേ. മതിൽ ചാടിയത് ഇയാള് അല്ലേ? അല്ല, മതില് ചാടാൻ നിൽക്കൂല. അപ്പൊ മതില് ചാടിയിട്ടുണ്ടാവോ? സമ്മതിച്ചു? ഇല്ല സാറേ, ഞങ്ങളെടുത്തല്ലേ. ഞങ്ങള് ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം രണ്ടാളും കൂടെ എവിടെ കൊണ്ട് വിറ്റ്? എടുത്താ? ഞങ്ങൾ സാറേ, ഞങ്ങൾ എടുത്തിട്ടില്ല സാറേ. ആ, സാമ്യമുള്ള ഒരാളോട് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവാ. സാറേ, ഇവനാണ് ശരിക്കും സുധാ, ശരിക്കും രേഖാചിത്രമായിട്ട് സാമ്യങ്ങളാട്ടാ. ഉണ്ടാ കറക്റ്റ് അതുപോലത്തെ മീശ, ചെവിയിലെ പൂട, ഉണ്ടാ ഈ മുടി വരെ നെറ്റിരിക്ക് കൊണ്ടുനടക്കണം. നോക്കിയ ഇത് ആരോടെ ഈ രേഖാചിത്രം ഉണ്ടാക്കി? പുറത്തിറങ്ങി ആരോ നോക്കിയാലും ഇപ്പൊ ഇതുപോലെ തോന്നുന്നത്. എടുത്തിട്ടുണ്ടെങ്കിൽ നീ സമ്മതിച്ചപ്പോ ഞങ്ങളെയും കൂടി തല്ലുകൊള്ളിക്കല്ലേ സുധി? ഞാൻ എടുത്തിട്ട് കാര്യട്ടാ. ഇങ്ങോട്ട് നീക്കണം. ഈ നല്ല വെള്ളമാണല്ലേ? നിങ്ങളുടെ കൈ വിറക്കണേ? പേടിച്ചിട്ടാ. ഓ, ഈ സ്വർണ്ണം എവിടെ കൊണ്ടാ വിറ്റേ? തത്തമ്മ ജ്വല്ലറി. തത്തമ്മ ജ്വല്ലറി. 40 പവൻ സ്വർണ്ണം നീ അവിടെ കൊണ്ട് വെച്ചോടാ? ഇല്ല, ഞാൻ എൻ്റെ ഓളെ 2.5 പവന്റെ കമ്മല്. ആരെ? എൻ്റെ ഭാര്യയുടെ കമ്മല് വിറ്റതാ 2.5 പവൻ. ഞാൻ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്ക് ഇരുട്ടായാല് എനിക്ക് ഒരു നോക്കും പേടിയാ. ഞാൻ പുറത്തിറങ്ങില്ല. സമ്മതിച്ചേര് സുധി. എടുത്തിട്ടില്ല. കാന്താരി മുളക് റെഡിയാക്കി വെക്കും. എന്നാലേ ഒന്ന് സത്യം പറയും. ഞാൻ കട്ടിട്ടില്ല സാറേ, കട്ടിട്ടില്ല. അതിപ്പോ എല്ലാവരും കട്ടവര് കട്ടില്ല തന്നെ. സാർ ഇല്ല സാർ, ഏതാണ്ട് ഒരു 2-3 പേരെ കിട്ടിയിട്ടുണ്ട് സാർ, നമ്മുടെ രേഖാചിത്രമായിട്ട് സാമ്യമുള്ള. ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ആ സാർ,
ഇൻഫോം ചെയ്യാം സാർ. സാർ ഏമന എഴുന്നേക്കടാ. എന്താടാ ഇവിടെ ആരാ ഇരിക്കാൻ? അമ്മയപ്പൻ്റെ വീടാടാ ഇത്? ഒരു ബെഞ്ച് കണ്ടായിരുന്നു പോകും, അതുകൊണ്ടാണ്. നമ്മളെ അകത്തോണ്ട് പോയി കിടക്ക്. കൊണ്ടുപോകും സാർ. നടക്കണേ. 3 പേര് പരിചയക്കാർ ഒത്തു ചേർന്നിട്ട് നടക്കണം. ഇരിക്കണം. സാറേ, എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. സാർ എനിക്കറിയാം. ആ. സാർ എന്നെ മറന്നു. ക്യാമ്പിലുണ്ടായിരുന്നപ്പോൾ സാർ എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ആണോ? അത് എൻ്റെ പരേഡ് ശരിയല്ലാന്ന് പറഞ്ഞിട്ട് ഒരു 50 റൗണ്ട് ഫ്രോക്ക് ജമ്പ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറക്കില്ലായിരുന്നു. ഇപ്പം സാർ വന്ന കാര്യം? സാറേ, ഈ ശീതളൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണം പോയല്ലോ. അപ്പോൾ അയാളുടെ രേഖാചിത്ര ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ സാറേ, അതിൻ്റെ തലവേദനയില്ല. അതെ അതെ, പറയണ്ട. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ആള് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു. അല്ല, അയാൾക്ക് ഇതുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല, അയാൾക്ക് സാമ്യമില്ല. ഇത് എൻ്റെ മോന് ഇയാളുമായിട്ട് ചെറിയൊരു ഒരു ഒരു സാമ്യമുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസുകാർ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലതാ. സാറിൻ്റെ മോനാള് കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആളെവിടെ? ആള് പുറത്തുണ്ട്. എന്താ പേര്? പേര് ഉണ്ണി. പിന്നെ വിളിക്കാം. അല്ലേ വേണ്ട, സാർ വിളിക്ക്. സാർ വിളിക്ക്, ഞാൻ വിളിക്കാം. ഉണ്ണേ. കയറുവോ? അവിടെ പോയിരുന്നു? പോയിരുന്നു സാർ. ആഹാ, എന്തിനവിടെ പോയത്? അടിക്കരുത് സാർ. ഉണ്ണി എന്തിനാ രാത്രി അവിടെ പോയത്? ഒരു ഇഷ്ടമുണ്ടായിരുന്നു സാർ. ചെറിയൊരു ഇഷ്ടമുണ്ടായി, ഒരു പ്രണയം ഉണ്ടായിനി. അത് ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ കൃഷ്ണേട്ടൻ്റെ മോള് ശാലിനി. അപ്പോൾ ഓള് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടൻ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് ഗഡ്ബഡ്. അപ്പം ഞാൻ ഗഡ്ബഡ് കൊടുത്തിട്ട് മെല്ലെ മതിരി ചാടിയിട്ട് അവിടെ പോയി കൊടുത്ത് ഓളെ കണ്ടിട്ട് പറഞ്ഞു. കണ്ട് ഞാൻ വന്ന് മതിൽ കയറുമ്പോൾ രണ്ടാളെ പോകുന്നുണ്ടായിരുന്നു ഇരുട്ടത്ത്. എനിക്ക് കാണാൻ പറ്റില്ല, അവർക്ക് എന്നെ കണ്ടു എന്ന് എനിക്ക് അറിയില്ല സാർ. അപ്പാടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി സാറേ. അവിടെ ഇരിക്കും. സാറേ, അതിപ്പം മോനവിടെ കണ്ട് ഒരു പെൺകുട്ടിയായിട്ട് പ്രണയമോ ഇഷ്ടമോ എന്തൊക്കെയുണ്ട്. അതിൻ്റെ ചുറ്റിക്കളി എങ്ങനെ കാണാൻ പോയെന്നാണ് പറയണേ.